ഹലോ എവ്രി വൺ, എല്ലാവർക്കും മൊബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ലഞ്ച് വീഡിയോ ആണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് രാവിലെ തന്നെ ഇവിടെ എന്നും രാവിലെ മീൻ കൊണ്ടുതരുന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ഇന്ന് കുറേ നാൾ പറഞ്ഞു വിട്ടിട്ടാണ് പുള്ളി ഞങ്ങൾക്ക് മുരശ കൊണ്ട് തന്നത്. ഇവിടെ ആറ്റുമീൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം മുരശ കിട്ടിയപ്പോഴത്തേക്കിനും മാമി 1 കിലോ വാങ്ങി. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് കുറച്ച് കറിയും വെക്കാം, വറുക്കുകയും ചെയ്യാം, ബാക്കി അടുത്ത ദിവസം പീര വെക്കാമെന്ന് പറഞ്ഞു. അപ്പം രാവിലെ തന്നെ മാമി മീൻ കിട്ടിയ മീൻ എല്ലാം ഇരുന്ന് വെട്ടി വൃത്തിയാക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത് ആ സമയം കൊണ്ട് കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ്. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചു. പിന്നെ തേങ്ങ അരച്ച മീൻ കറിയാണ് വെക്കുന്നത്. മുരശായതുകൊണ്ട് തന്നെ മുളക് കറി വെച്ചാൽ കൊള്ളില്ല. തേങ്ങ അരച്ച മീൻ കറി വെക്കാമെന്ന് വെച്ചാൽ അതിനുള്ള തേങ്ങായും എല്ലാം അരപ്പെല്ലാം തയ്യാറാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ, മറ്റേ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയില്ലേ, അതാണ്. അതിട്ട് കടുകും ഉലുവായും ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. വഴണ്ട് വന്നപ്പോഴത്തേക്കിന് അരച്ച് വെച്ചിരുന്ന നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു. അതിന് കഴിഞ്ഞ് കുടംപുളി ഉപ്പുമായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരുന്നതാണ്. അതൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. നല്ല തിളച്ച് വന്നപ്പോഴത്തേക്കിനും വൃത്തിയാക്കി വെച്ച മീനിട്ട്. ഇനിയിപ്പോൾ നമ്മൾ തവിയിട്ടൊന്നും ഇളക്കത്തില്ല, ജസ്റ്റ് ഒന്ന് കറക്കി ആക്കത്തേ ഉള്ളൂ. ഇപ്പോൾ കുറുകി വരുന്ന പാകം ആകുന്നേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിച്ചതുണ്ടായിരുന്നു. അത് നല്ല വൃത്തിക്ക് കഴുകി എല്ലാം വൃത്തിയാക്കി അടുപ്പയിലോട്ട് വെച്ചു വേവിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്, കാരണം സ്കൂളില്ലാത്തപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്. അങ്ങനെ അതും അടുപ്പത്താക്കി. ഈ സമയം കൊണ്ട് നമ്മുടെ മീൻകറി സെറ്റായി. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ലാസ്റ്റ് ഒഴിച്ചിട്ട് വാങ്ങി വെച്ചു കറിയെ. ഇന്നപ്പോൾ ഉച്ചക്കത്തേക്കിന് തോരനായിട്ട് കുറച്ച് പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ പാവയ്ക്ക തോരൻ വെക്കാമെന്ന് വെച്ചു. ഇവിടെ എല്ലാവരും കഴിക്കില്ല, എങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടമാണ് പാവയ്ക്ക കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, സബോളയല്ല. ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് ചെറുതാക്കി എടുത്തതാണ്. അത് കടുക് താളിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു. ഇത് പാവയ്ക്ക ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മി നന്നായിട്ട് അടച്ച് വെച്ചതാണ്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. ഈ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം പാവയ്ക്കകത്തുനിന്ന്. അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് പോകും. ഞങ്ങളുടെ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കിനും അങ്ങനെയാണ്, സാധാരണ കയ്പ്പ് വരാറില്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് കളയും. പിന്നെ ഈ തോരൻ വെക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കാതെയാണ് വെക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു കയ്പ്പ് രസം പിന്നെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം വെള്ളം ഒഴിക്കാതെ പതിയെ തീ കുറച്ച് അടച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഉപ്പിട്ട് തന്നെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞത് കൊണ്ട് തോരൻ വെക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ കേട്ടോ, കാരണം ഇതിൽ ഉപ്പ് കൂടിപ്പോവും. പിന്നെ കഴുകി വെച്ചിരുന്ന മീൻ മസാലയെല്ലാം പുരട്ടി വെച്ചായിരുന്നു, അത് ഞാൻ വറക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഓരോരോ പണി തീർത്ത് വെക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും നമ്മൾ അടുക്കളയിൽ ചെയ്യുന്നതല്ലേ. അടുപ്പ് ഫ്രീ ആകുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് അടുപ്പയിലോട്ട് കയറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ മീൻ വറുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കിഴങ്ങ് വെന്ത് വന്നു. കിഴങ്ങ് ഞാൻ പിന്നെ അത് ഊറ്റി വേറൊരു പാത്രത്തിലോട്ടാക്കി വെച്ചു. ഈ സമയം കൊണ്ട് ഞാൻ ഇതിനുള്ള ചമ്മന്തി, കാന്താരി കുറച്ച് കിട്ടിയായിരുന്നു, അപ്പോൾ അതുകൊണ്ടുള്ള ചമ്മന്തി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കാന്താരിയും ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് പുളിയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ചമ്മന്തി ആക്കിയെടുത്തു മിക്സിയിൽ. നല്ല ടേസ്റ്റാണ് കാന്താരി ചമ്മന്തിയും ഈ കിഴങ്ങുമായിട്ട് കഴിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.